വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് മുൻപ് യൂട്യൂബിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടെന്ന് അഫാന്റെ മൊഴി. ദൃശ്യങ്ങൾ ഉമ്മ ഷെമിയെയും കാണിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് പോലീസിനോട് അഫാൻ വെളിപ്പെടുത്തി. ഉമ്മ ഷെമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് ചേർന്നുണ്ട്. വിനീഷ്, നിർണായകമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് മറ്റ് വിശദാംശങ്ങൾ? ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയാണ്, നിർണായകമായ മൊഴിയാണ്, അഫാന്റെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസിന് അഫാൻ നൽകിയിരിക്കുന്ന മൊഴി ഇത്തരത്തിലാണ്. ഈ കൂട്ടക്കൊലപാതകം അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തുന്നതിന് തൊട്ടു മുൻപായി അല്ലെങ്കിൽ അതിനുള്ള കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായി അഫാൻ തൻ്റെ ഉമ്മയ്ക്ക് ഷെമിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണിച്ചിരുന്നു. ആ കൊലപാതകം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ് കാണിച്ചിരുന്നത് എന്നാണ് പോലീസിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു മൊഴി ഉമ്മ ഷെമി ഇതുവരെയും പോലീസിന് മുന്നിൽ നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു വലിയ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അഫാൻ പറയുമ്പോഴും നിലവിൽ ഷെമിയും അതുപോലെ തന്നെ അഫാന്റെ ബാപ്പയും വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. അത്തരത്തിലുള്ള സാമ്പത്തിക വലിയ പ്രശ്നങ്ങളൊന്നും തങ്ങൾക്ക് ഇല്ല എന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് അഫാന്റെ കുടുംബം, പ്രത്യേകിച്ച് കുടുംബത്തിൽ ബാക്കിയുള്ളത് അഫാന്റെ ബാപ്പയും ഒപ്പം തന്നെ ഉമ്മയുമാണ്. ആ ഉമ്മയും വ്യക്തമാക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അഫാൻ നൽകിയിരിക്കുന്ന ഒരു നിർണായക മൊഴി നേരത്തെ തന്നെ യൂട്യൂബിൽ ഇത്തരം കൊലപാതകങ്ങളുടെ ചിത്രീകരണങ്ങൾ അല്ലെങ്കിൽ കൊലപാതകം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, കൊലപാതകം നടത്തുന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ കൂട്ടക്കൊലപാതകത്തിന്റെ മറ്റു കഥകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള യൂട്യൂബിലെ ചിത്രീകരണ വീഡിയോകൾ, ഇതെല്ലാം അഫാൻ ഉമ്മയെ കാണിച്ചിരുന്നു എന്നാണ്, ഉമ്മയായ ഷെമിയെ കാണിച്ചിരുന്നു എന്നാണ് അഫാൻ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നിർണായകമായ ഒരു അന്വേഷണത്തിലേക്ക്, നിർണായകമായ ഒരു മൊഴിയിലേക്ക് പോലീസ് കടക്കുകയാണ്. മറ്റേതെങ്കിലും തരത്തിൽ അഫാന്റെ ഉമ്മയോ അല്ലെങ്കിൽ ബാപ്പയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള ഒരു സംശയവും പോലീസിന് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഉണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മറ്റൊരു തരത്തിലുള്ള വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നത്തെ സംബന്ധിച്ചുള്ള ഒരു വിവരവും പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഷ്ണു. ശരി, വിനീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.